ഹലോ എവരിവൺ, എല്ലാവർക്കും AZ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് കറണ്ട് അഫയർ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതായിരുന്നു. ആരെന്നറിയാമോ? ആരായിരുന്നു? അനീഷ് ദയാൽ സിംഗ് ആയിരുന്നു അല്ലെ. അതാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് എന്ത് ചെയ്ത് നിയമിതനായിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ പറയുന്ന ITBP-യുടെയും എന്താണ് തൊട്ട് മുമ്പ് ITBP-യുടെയും അതേപോലെ തന്നെ CRPF-ന്റെയും എന്താണ് ITBP-യുടെ CRPF-ന്റെ ഉന്നതതലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ അനീഷ് ദയാൽ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പം ഈ പറയുന്ന ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ചുമതലയേൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ സുരക്ഷയോട് ബന്ധപ്പെട്ട ഈ പറയുന്ന കൗൺസിലിനകത്ത് ആദ്യം തന്നെ PM ആണുള്ളത്. തൊട്ടതായിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, തൊട്ട് അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, തൊട്ടതായിട്ട് 3 ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാരും, അതുപോലെ ഒരു മിലിറ്ററിയുടെ ഭാഗപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ മാരിടൈം സെക്യൂരിറ്റിയുടെ ബന്ധപ്പെട്ട ഒരാൾ, അങ്ങനെ എത്രയും പേരാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ കൗൺസിലിൽ ഇല്ലേ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. ഓക്കെ, ഉള്ളതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടാണ് ആര് വരുന്നത്, ഈ പറഞ്ഞ അനീഷ് ദയാൽ സിംഗ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 ഓഗസ്റ്റിൽ വിരമിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളതാണ്. എന്താണ് 2025 ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളതാണ്. ആരാണ്? ചേതേശ്വർ പൂജാരയാണ്. ആരാണ്? ചേതേശ്വർ പൂജാരയാണെന്ന് പറയുന്നത്. ഇപ്പൊ 2025 ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് പറയുന്ന ആരാണ്? ചേതേശ്വർ പൂജാരയാണ്. ഓക്കെ, ആരാണ്? ചേതേശ്വർ പൂജാരയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് രാജ്കോട്ടിൽ ജനിച്ചിട്ടുള്ള ഈ പറയുന്ന ചേതേശ്വർ പൂജാര അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് ഈ പറഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ എന്ത് ചെയ്തു പറയുന്ന 2010 തുടങ്ങി ഏകദേശം 103 റൺസ് അടുപ്പിച്ചൊക്കെ എന്ത് ചെയ്തു ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ എടുത്തുള്ള വ്യക്തിയും കൂടിയാണ് ഈ പറഞ്ഞ ചേതേശ്വർ പൂജാര എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റില് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന മയക്കുമരുന്ന് ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന 2025 ഓഗസ്റ്റില് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്ന രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന മയക്കുമരുന്ന് ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ഓപ്പറേഷൻ വീഡ് ഔട്ട് എന്നുള്ളതാണ്. എന്താണ് ഓപ്പറേഷൻ വീഡ് ഔട്ട് എന്ന് ഉള്ളതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നാഷണൽ ഈ പറയുന്ന നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നേതൃത്വത്തിലാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പ്രധാന സിറ്റികളായിട്ട് ഡൽഹി, ഭോപ്പാല്, അതേപോലെ തന്നെ ബാംഗ്ലൂർ എന്നീ പറയുന്ന പ്രദേശങ്ങളെ എന്ത് ചെയ്യുന്നു കേന്ദ്രീകരിച്ചായിരുന്നു ഈ പറയുന്ന അന്വേഷണം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവർ KSR ബാംഗ്ലൂരിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ KSRൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഒരുപാട് പേരെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്ത് പിടിക്കുകയും, ഭോപ്പാലില് സെൻട്രലിൽ വെച്ച് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു പിടിക്കുകയും ചെയ്തു. ഇവർക്ക് ഈ പറഞ്ഞ NDPS ആക്ട് പ്രകാരം NDPS 1985 പ്രകാരം, അതായത് നാഷണൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരമാണ് അവർക്കെതിരെ ചെയ്യുന്നത് കേസ് എടുത്തുള്ളത്. NDPS പ്രകാരമാണ് നർക്കോട്ടിക്സ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് 1985 ഈ പറയുന്ന വകുപ്പാരാണ് അവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റില് 2025 ഓഗസ്റ്റില് ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക നാവിക അഭ്യാസമായിട്ടുള്ള എന്താണ് ശ്രീനെക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവിക കപ്പലുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന 2025 ഓഗസ്റ്റില് ശ്രീലങ്കയിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്ത്യ ശ്രീലങ്ക അഭ്യാസമായിട്ടുള്ള ശ്രീനെക്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ കപ്പലുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഇതാണ് INS റാണയും INS ജ്യോതിയുമാണ്. ഇതാണ് INS റാണയും INS ജ്യോതിയുമാണ് 2025 ശ്രീലങ്ക വന്നിട്ടുണ്ടായിരുന്നത് കൊളംബോയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ഈ പറയുന്ന ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചിട്ടായിരുന്നു 2025 എന്ത് നടന്നത് ഈ പറയുന്ന ശ്രീലങ്ക വന്നിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ വിശാഖപട്ടണത്ത് വെച്ചായിരുന്നു എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, തൊട്ട് മുമ്പത്തെ ശ്രീലങ്ക വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് വിശാഖപട്ടണത്ത് വെച്ചിട്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ഇന്ത്യയുടെ കപ്പലായിട്ടുള്ള INS റാണ INS ജ്യോതിയും, അതേപോലെ ശ്രീലങ്കൻ കപ്പലായിട്ടുള്ള എന്താണ് SLNS ശ്രീലങ്കൻ നേവൽ ഷിപ്പായിട്ടുള്ള സയൂര, അതേപോലെ എന്താണ് വിജയബാഹു എന്നീ പറഞ്ഞ കപ്പലുകൾ എന്ത് ചെയ്തു പങ്കെടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്തത്
ഏഴിനം വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ഇക്ബ 2025 ഓഗസ്റ്റിൽ ഔദ്യോഗികമായിട്ട് ചേർന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ ഔദ്യോഗികമായിട്ട് ഈ വർഷം ചേർന്നിട്ടുള്ള രാജ്യം ഇതാണ് നേപ്പാളാണ്. നേപ്പാളാണ് ആ രാജ്യം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ഈ പറഞ്ഞ ലോകത്തിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന പൂച്ചകൾക്ക് എന്ത് ചെയ്യുക, പൂച്ചവർഗപ്പെടുന്ന വലിയ പൂച്ചകൾ പറയും നമ്മൾ ഈ പറഞ്ഞ ടൈഗർ, ലയൺ, സ്നോ ലെപ്പേർഡ്, ലെപ്പേർഡ്, പ്യൂമ, അതേപോലെ തന്നെ ചീറ്റ എന്നീ പറയുന്ന വർഗ്ഗങ്ങൾ എന്ത് ചെയ്യുക സംരക്ഷിക്കുന്ന ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ പ്രധാനമായിട്ടും അതിനകത്ത് അംഗമായിട്ടുള്ള രാജ്യം പറയുന്ന അർമേനിയ, ഭൂട്ടാനും, കംബോഡിയ, അതാണ് കംബോഡിയ. അതുപോലെ എന്താണ് ഈ പറയുന്ന എത്വാനിയ, എത്യോപ്യ, ഗിനിയ, ഇന്ത്യ, നേപ്പാള്, അതേപോലെ തന്നെ സുരിനാം, അതേപോലെ സൊമാലിയ, നിക്കരാഗോ, അതേപോലെ എന്താണ് ഈ പറഞ്ഞ എന്താണ് ലൈബീരിയ എന്നീ പറഞ്ഞ രാജ്യങ്ങളാണ് പൊതുവെ ഇതിനകത്ത് ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നേപ്പാൾ എന്ത് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അടുത്ത 2025 വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. 2025 ഈ പറയുന്ന വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ്. ഇതാണ് സ്വിറ്റ്സർലൻഡ് ആണ്. ഇതാണ് രാജ്യം, സ്വിറ്റ്സർലൻഡ് ആണ്. ഈ പറഞ്ഞ വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്ന സ്വിറ്റ്സർലൻഡ് കാണാം. തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ സിംഗപ്പൂർ കാണാം. തൊട്ട് താഴെ സിംഗപ്പൂർ കാണാം. തൊട്ട് താഴെ ഹോങ്കോങ് കാണാം. തൊട്ടായിട്ട് ഹോങ്കോങ് കാണും. അതിന് തൊട്ടായിട്ട് ഡെൻമാർക്ക് കാണും. ആണ് പ്രധാനമായിട്ട് 4 രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സ്വിറ്റ്സർലൻഡ്, തൊട്ട് താഴെ സിംഗപ്പൂർ, തൊട്ട് താഴെ ഹോങ്കോങ്, തൊട്ട് താഴെ ഡെൻമാർക്ക്. ഈ പറയുന്ന 4 രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അടുക്കിന് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 69 രാജ്യങ്ങളിൽ 69 രാജ്യങ്ങൾ എടുത്തിട്ടുള്ള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 41. 41. അപ്പൊ 2025 വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് ഇൻഡെക്സിൽ 1-ാമതുള്ള രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 69 രാജ്യങ്ങളിൽ 41 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ട് സർവകലാശാല ഹോസ്റ്റൽ നിർമ്മിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു സർവകലാശാലയിൽ ഹോസ്റ്റൽ നിർമ്മിക്കുന്ന സർവകലാശാലയാണ് MG സർവകലാശാലയാണ്. അതാണ് MG സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു ആണ് ചെയ്യുന്നത് ഇതിന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു ആണ് ചെയ്തത് അതിന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ 6 കുട്ടികൾക്കാണ് പ്രധാനമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോട്ടയത്തിന് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു സംവിധാനം അവർ ഒരുക്കുന്നത്. അതിനുശേഷം കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം അവർ ഒരുക്കുന്നതായിരിക്കും. അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായിട്ട് സർവകലാശാല ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, ചെയ്ത യൂണിവേഴ്സിറ്റിയാണത്? അത് ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അടുത്തത് 2025 ആഗസ്റ്റില് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ 9 മാനസികാരോഗ്യ അംബാസിഡർമാരിൽ ഒരാളായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന 2025 ഓഗസ്റ്റിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ 9ാമത് ഈ പറയുന്ന മാനസികാരോഗ്യ 9 മാനസികാരോഗ്യ അംബാസിഡർമാരിൽ ഒരാളായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്രൻ കരയ്ക്ക് പറഞ്ഞ ഷൂട്ടിങ്ങിൽ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തു ഗോൾഡ് മെഡലൊക്കെ ഇന്ത്യക്ക് നേടിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിന് പറയുന്ന വ്യക്തിഗത ഐറ്റത്തിൽ ഈ പറയുന്ന മെഡൽ നേടിയിട്ടുള്ള 2 വ്യക്തികൾ ഒരാളാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 2 വ്യക്തികൾ ഒരാളാണ് പറയുന്നത് അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളെ ലോകത്തിലെ മറ്റ് എന്ത് ചെയ്യുന്നത് നഗരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിങ് ഓഫ് സിറ്റീസ് പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരം ഏതാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ട്വിന്നിങ് ഓഫ് സിറ്റീസിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നഗരം ഏതാണെന്നുള്ളതാണ്. ഏതാണ് നഗരം? കോഴിക്കോടാണ് നഗരം. ഇതാണ് നമ്മുടെ കോഴിക്കോട് നഗരമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ അതേപോലെ തന്നെ റഷ്യൻ ഈ പറഞ്ഞ മറ്റ് റഷ്യയിലെ രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, റഷ്യയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു എന്താണ് ഇത്തരത്തിലൊരു ട്വിന്നിങ് ഓഫ് സിറ്റി കരാറിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏർപ്പെടാൻ പോവുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യ തിരഞ്ഞെടുക്കുന്ന നഗരങ്ങളെ ലോകത്തിലെ മറ്റു നഗരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിങ് ഓഫ് സിറ്റീസ് പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരം ഏതാണ്? ഈ പറയുന്ന കോഴിക്കോടാണ്. അടുത്തത് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേരെന്താണെന്നുള്ളതാണ്. ഇതാണ് ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ജലാലാബാദ് ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേരെന്താണെന്നുള്ളതാണ്. ഇതാണ് പരശുരാമപുരി എന്നുള്ളതാണ്. എന്താണ് പരശുരാമപുരി എന്നാണ് ഇപ്പോഴത്തെ പേര്. പണ്ടത്തെ പേര് ജലാലാബാദ് എന്നായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് പറയുമ്പോൾ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ നമ്മുടെ ഉത്തർപ്രദേശിൽ തന്നെ അലഹാബാദ് എന്ന പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പ്രയാഗ്രാജ് എന്നുള്ളതാണ് ഇത് ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ എന്ത് ചെയ്യുന്നു നോട്ട് ചെയ്ത് വെക്കുക. മറക്കരുത്.
ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏത് കടുവ സംരക്ഷണ കേന്ദ്രമാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതാണ് പറഞ്ഞ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏത് കടുവ സംരക്ഷണ കേന്ദ്രമാണെന്നുള്ളതാണ്. ഏതാണ്? ഈ പറഞ്ഞ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ് എന്ത് പറയുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നാഗാർജുന സാഗർ ശ്രീശൈലം ഈ പറയുന്ന ടൈഗർ സംരക്ഷണ കേന്ദ്രമാണ്. ഈ പറയുന്ന കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കടുവകളെ സംരക്ഷിച്ചു പോരുന്ന ഒരു റിസർവും കൂടിയാണ് ഈ പറയുന്ന നാഗാർജുന സാഗർ ശ്രീശൈലം ഈ പറയുന്ന കടുവ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്. രണ്ടാമത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഓക്കെ ഓക്കെ അടുത്തത് ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഈ നാസ IBMുമായിട്ട് സഹകരിച്ച് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന മോഡൽ ഏതാണെന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കാൻ വേണ്ടിയിട്ട് നാസ IBMുമായിട്ട് സഹകരിച്ച് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന മോഡൽ ഏതാണെന്ന് ചോദിച്ചതാണ് പറഞ്ഞാൽ സൂര്യ AI എന്നുള്ളതാണ്. കാരണം സൂര്യ AI എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ കൊറോണൽ മാസ് ഇജക്ഷൻ അതേപോലെ സോളാർ വിൻഡുകളൊക്കെ നേരത്തെ കൂട്ടി എന്ത് ചെയ്യണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ഈ പറയുന്ന സൂര്യ AI എന്ന് പറയുന്ന ഈ AI പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബിസിനസ് ഈ പറയുന്ന കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന IBM എന്ന് പറയുന്ന വലിയ ഇന്റർനാഷണൽ കമ്പനിയാണ്. അതുമായിട്ട് എന്ത് ചെയ്യുന്നത് കോർപ്പറേറ്റ് കൊണ്ടാണ് ഈ പറയുന്ന സൂര്യ എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം ഇറക്കിയിട്ടുള്ളത്. സൂര്യനെ കുറിച്ച് അല്ലെങ്കിൽ സൂര്യന്റെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സംവിധാനമാണ് സൂര്യ AI എന്ന് പറയുന്നത്. ഓക്കെ അടുത്തത് ഇന്ത്യ ഇറ്റലി നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് 2025 ഓഗസ്റ്റില് ഇറ്റലി സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണെന്നുള്ളതാണ്. ഇന്ത്യ ഇറ്റലി നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് 2025 ഓഗസ്റ്റില് ഇറ്റലി സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന നാവികസേന കപ്പൽ ഏതാണെന്നുള്ളതാണ്. ഏതാണ്? INS തമാലാണ്. ഏതാണത്? INS തമാലാണ്. ഓക്കെ, INS തമാൽ ഈ പറയുന്ന ഇറ്റലിയുടെ നേപ്പിൾസിൽ എന്ത് ചെയ്യുന്നു? നേപ്പിൾസിലാണ് ഈ പറയുന്ന നാവിക ഈ പറയുന്ന പാസെക്സ് എന്ന് പറയുന്ന ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഇറ്റലി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. INS തമാലാണ്. ഓക്കെ, INS തമാൽ എന്ത് ചെയ്യുന്നു? സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കപ്പലായിട്ടുണ്ടായിരുന്ന ITS ട്രിസ്റ്റ. ഓക്കെ, ITS ട്രിസ്റ്റ എന്ന് പറയുന്ന കപ്പലുമായിട്ട്, അതായത് ഇറ്റാലിയൻ ഷിപ്പായിട്ട് ITS ട്രിസ്റ്റ ആയിട്ട് എന്ത് ചെയ്യുന്നു? പറയുന്ന നമ്മളൊരു അഭ്യാസം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേപ്പിൾസിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു, ഇറ്റലിയിലെ നേപ്പിൾസിൽ. ഓക്കെ, അടുത്തത് 2025 കജിക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ച് നാശം വിധിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. 2025 ഓഗസ്റ്റിൽ കജിക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ച് നാശം വിധിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണ് രാജ്യം? വിയറ്റ്നാം ആണ് രാജ്യം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന കജിക്കി എന്ന് പറഞ്ഞ പേര് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ജപ്പാനീസ് പേരാണ്. ജാപ്പനീസ് പേരാണ് ഈ പറയുന്ന കജുക്കി എന്ന് പറയുന്നത്. പേര് നൽകിയിട്ടുള്ള രാജ്യം ജപ്പാനാണ്. അതേപോലെ തന്നെ 2025 ഓഗസ്റ്റില് കജിക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയുന്നത് ഈ പറയുന്ന വിയറ്റ്നാമാണ്. ഇതാണത് വിയറ്റ്നാമാണ്. ഓക്കെ, അടുത്തത് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അതാണ് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ്? K സോമപ്രസാദ് ആണ്. ആരാണത്? K സോമപ്രസാദ് ആണ്. അതേപോലെ തന്നെ സംസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് ഒരു കമ്മീഷൻ കൊണ്ടുവരുന്ന സംസ്ഥാനം കൂടിയാണെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാണ് ഇപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് ഒരു കമ്മീഷൻ കൊണ്ടുവരുന്ന സംസ്ഥാനം കൂടിയാണെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ കൊണ്ടുവന്ന വനിത ഈ പറയുന്ന വയോജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന ആരെന്നറിയാമോ? K സോമപ്രസാദ് ആണ്. ഓക്കെ, ആണ് K സോമപ്രസാദ് ആണ്. അടുത്തത് 2025 ഓഗസ്റ്റിൽ IPL നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന 2025 ഓഗസ്റ്റിൽ ഈ പറഞ്ഞ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഇതിഹാസ സ്പിന്നർ ആരാണ്? R അശ്വിനാണ്. ആരാണത്? R അശ്വിനാണ്. ഓക്കെ, ആരാണ്? R അശ്വിനാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യ $100 കോടി വിമാന എഞ്ചിൻ ഉടമ്പടിയിൽ എന്ത് ചെയ്യുന്നു? ഒപ്പിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്നുള്ളതാണ്. അതാണ് ഇന്ത്യ 100 കോടി വിമാന എഞ്ചിൻ ഉടമ്പടിയിൽ $100 കോടി വിമാന എഞ്ചിൻ ഉടമ്പടിയിൽ ഒപ്പിടുന്ന ഏത് രാജ്യവുമായിട്ടാണെന്നുള്ളതാണ്. ഏത് രാജ്യം എന്നറിയാമോ? ഇതാണ് അമേരിക്കയുമായിട്ടാണ്. ഇതാണ് രാജ്യം അമേരിക്കയുമായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ പറയുന്ന അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ജനറൽ ഇലക്ട്രിക്സുമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കരാറ് ഒപ്പിടുന്നത്. പ്രധാനമായിട്ട് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന LCH തേജസ് എന്നറിയപ്പെടുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഓക്കെ, മൾട്ടി റോൾ ഈ പറയുന്ന ഒരു മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റോട്ടുള്ള ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള പറയുന്ന നമ്മുടെ തേജസിന്റെ വിമാനത്തിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജനറൽ ഇലക്ട്രിക്സിന് നമ്മൾ എന്ത് ചെയ്ത് ചെന്ന് അവരുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഞ്ചിന് വാങ്ങിക്കുന്നത്. ഓക്കെ അടുത്തത് ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ്?
സെർജിയോ ഗോർ ആണ്. ആരാണ്? സെർജിയോ ഗോർ ആണ്. അതേപോലെ അമേരിക്കൻ പൊളിറ്റീഷ്യൻ, അതേപോലെ വ്യവസായമായിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് സെർജിയോ ഗോർ എന്ന് പറഞ്ഞത്. അദ്ദേഹം എന്താണ് ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഈ പറയുന്ന, അതേപോലെ തന്നെ ഇന്ത്യയിലെ US സ്ഥാനപതിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സെർജിയോ ഗോർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലാണ്. ഓക്കെ. ഇപ്പോൾ ക്വായത്ത് മില്ലാത്ത് സെന്റർ എന്നാണ് ചെയ്യുന്നത്, അതിനെ അറിയപ്പെടുന്നതാണ്. ഇപ്പോഴുന്ന ക്വായത്ത് മില്ലത്ത് സെന്റർ എന്ന് പറഞ്ഞ ഇപ്പോഴും സെന്റർ അറിയപ്പെടുന്നത് ഡൽഹിയിലാണ് ചെയ്യുന്നത് വരുന്നത് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ 22ാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM സ്ഥാപിതമാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ 22ാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM സ്ഥാപിതമാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. എവിടെയാണത്? ഗുവാഹത്തിയിലാണ്. ഓക്കെ. ആസാമിൽ ഗുവാഹത്തിയിലാണ് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാകുന്നത്. ഓക്കെ. നോർത്ത് ഈസ്റ്റിലെ പറയുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ഇത്തരത്തില് IIM സ്ഥാപിതമാകുന്നത് ഓർത്തിരിക്കുക. ഓക്കെ. എന്താണ് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പുതിയൊരു IIM ഇവിടെ സ്ഥാപിതമാകുകയാണ്. ഷില്ലോങ്ങിൽ എന്ത് ചെയ്യുക? സ്ഥാപിതമാകണം. ഓക്കെ. പുതിയൊരു IIM എവിടെയാണ്? ഷില്ലോങ്ങിൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ എന്ത് ചെയ്യും? സ്ഥാപിതമാകുന്ന എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അറിയിച്ചിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്തത്, 2025 ഡ്യൂറൻ കപ്പ് ഫുട്ബോളിന്റെ ജേതാക്കൾ ആരാണെന്നുള്ളതാണ്. 2025 ഡ്യൂറൻ കപ്പ് ഫുട്ബോളിന്റെ ജേതാക്കൾ ആരാണെന്നുള്ളതാണ്. ആരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. ആരാണത്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC രണ്ടാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഡ്യൂറൻ കപ്പ് എന്ത് ചെയ്യുന്നത്? ജേതാക്കളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് FC ആണ് ഈ പറയുന്നത് രണ്ടാമത്തെ തൊട്ടാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഡ്യൂറൻ കപ്പിന്റെ ജേതാക്കളായിട്ട് മാറുന്നത് എന്നുള്ളത്. ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1885 കാലഘട്ടത്തില് 1885 ഷിംലയിൽ തുടങ്ങിയിട്ടുള്ള ഒരു കപ്പായിരുന്നു ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്നത്. അന്നത്തെ ഈ പറഞ്ഞ റോയൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ഫുട്ബോൾ കപ്പായിരുന്നു അന്നത്തെ പറയുന്നത്. അന്നത്തെ ആ സമയത്തുള്ള IS കാരനായിട്ടുള്ള ഹെൻറി ഡ്യൂറന്റിന്റെ സ്മരണാർത്ഥമാണ് ഡ്യൂറൻ കപ്പ് എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഡ്യൂറന്റ് എന്ന് പറഞ്ഞ പേര് വളരെ സുപരിചിതമായിരിക്കും. കാരണം ഈ പറയുന്ന പാകിസ്ഥാൻ രേഖയുണ്ടല്ലോ, ബോർഡറിന്റെ രേഖ അറിയപ്പെടുന്ന പേര് ഡ്യൂറന്റ് ലൈൻ എന്നുള്ളതാണ്. അത് വരച്ചിട്ടുള്ളത് ആരായിരുന്നു? ഈ പറയുന്ന ഡ്യൂറന്റ് ആയിരുന്നു, ഹെൻറി ഡ്യൂറന്റ് ആയിരുന്നു. ഓക്കെ. അടുത്തത്, 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഈ പറയുന്ന ടിയാൻജിൻ അല്ലെങ്കിൽ ചൈനയാണ് അല്ലെ. ചൈന ടിയാൻജിനാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? വേദിയാകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഓക്കെ. ജപ്പാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഉടനെ തന്നെ വിസിറ്റിന് ശേഷം തിരിച്ച് ഈ പറയുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇവർ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും. ഓക്കെ. അടുത്തത്, രാജ്യത്തെ ഏറ്റവും വലിയ ആധുനികവും കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. അതായത് രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായിട്ടുള്ള കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതിയിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ഇവിടെയാണത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ഓക്കെ. അടുത്തത്, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. എവിടെയാണത്? ഒഡീഷയിലാണെന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന ഈ പറയുന്ന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഭുവനേശ്വർ ബന്ധപ്പെട്ട് ഈ പറയുന്ന ചാന്തേക്ക വൈൽഡ് ഡിവിഷനിലാണ് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സംരക്ഷണ കേന്ദ്രം അവർക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഓക്കെ. അടുത്തത്, സംസ്ഥാനത്ത് സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന സംസ്ഥാനത്ത് ആദ്യമായിട്ട് സംസ്ഥാനത്ത് സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്ന ആദ്യ ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ഇതാണ് കോഴിക്കോടുണ്ടായിരുന്ന ഈ പറയുന്ന യൂണിറ്റ് ഡിസബിലിറ്റി ID പൂർത്തിയാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അവിടുത്തെ അധ്യാപകർ. അതേപോലെ തന്നെ NSS വിദ്യാർത്ഥികൾ, NSSന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ലേ, നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനൊരു പ്രശസ്തി നേടിക്കൊടുത്തത്. ആർക്ക് നേടിക്കൊടുത്തത്? കോഴിക്കോടിന് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അടുത്തത്, കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഇതാണ് ഈ പറയുന്ന കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി പറയുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഇതാണ് കെയർ കേരള എന്നുള്ളതാണ്. എന്താണ്? കെയർ കേരള എന്ന് പറയുന്നതാണ് പദ്ധതി. ഓക്കെ. ആണ് കെയർ കേരള. അടുത്തത്, 2025 ഓഗസ്റ്റില് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഫിജി പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. ഇതാണ് 2025 ഓഗസ്റ്റില് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഫിജി പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്.
ആരാണ് പറഞ്ഞ സിദി വെനി റബൂക്കയാണ്. ആരാണ് സിദി വെനി റബൂക്കയാണ്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഫിജി പ്രധാനമന്ത്രി ആരാണ്? ഈ പറയുന്ന സിദി വെനി റബൂക്കയാണ്. ഓക്കെ, അതേപോലെ തന്നെ അതുപോലെ അടുത്ത ചോദ്യം പറഞ്ഞാൽ ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ഏതാണെന്നുള്ളതാണ്. ഈ പറഞ്ഞ ചൈനയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലം ഏതാണ്? ഗ്രാൻഡ് കനിയൻ പാലമാണ്. എന്താണ് ഗ്രാൻഡ് കനിയൻ പാലമാണ്? ഹുവാജിയാങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഗ്രാൻഡ് കനിയൻ പാലം? ഹുവാജിയാങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗുയിപ്പാൻ റിവറിന് മുകളിലായിട്ട് ഏകദേശം 650 മീറ്ററുള്ള ഉയരത്തിലാണ് ചെയ്യുന്നത്. ഉയരത്തിൽ അധികമാണ് ചെയ്യുന്നത് ഈ പറയുന്ന പാലം ചെയ്യുന്ന സ്ഥിതി. അതേപോലെ തന്നെ മൗണ്ടൈൻ ഏരിയകളിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പാലം എന്നുള്ള പ്രശസ്തിയും കൂടെ ഇത് ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗ്രാൻഡ് കനിയൻ പാലത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുയിസു പ്രൊവിൻസിൽ, അതായത് ചൈനയിലെ ഗുയിസു പ്രൊവിൻസിലാണ് ചെയ്യുന്നത് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് കനിയൻ പാലം എവിടെയാണ്? ഹുവാജിയാങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 2025 പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. 2025 പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ്? ഗോവയിലാണ്. എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലെ ഗോവയാണെന്ന് പറയുന്നത് 2025 പുരുഷ ചെസ് ലോകകപ്പിന് എന്ത് ചെയ്യുന്നത്? വേദിയാകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ലോകകപ്പിന് വേദി എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ആയിരുന്നു. ഓക്കെ, അടുത്ത കഴിഞ്ഞ വട്ടം സിംഗപ്പൂരായിരുന്നു. അന്നാണ് ഈ പറഞ്ഞ നമ്മുടെ ചാമ്പ്യനായിട്ടുള്ള ഡി ഗുഗേഷ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ചാമ്പ്യനായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ ജേതാക്കൾ ആരാണെന്നുള്ളതാണ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ ജേതാക്കൾ ആരാണ്? മധ്യപ്രദേശ് ആയിരുന്നു. ആരാണ്? മധ്യപ്രദേശ് ആണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പറഞ്ഞ ദാൽ ലേക്കിന് സമീപമായിരുന്നു. ഓക്കെ, ദാൽ ലേക്കിലാണ് ഈ പറയുന്ന ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആദ്യത്തെ സ്പോർട്സ് ഈ പറയുന്ന ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിന് ജേതാക്കളായിട്ടുള്ളത് ആരാണ്? ഈ പറയുന്ന മധ്യപ്രദേശാണ്. അടുത്തത് പ്രസാർ ഭാരതി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പുതിയ OTT പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളതാണ്. പ്രസാർ ഭാരതി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പുതിയ OTT പ്ലാറ്റ്ഫോം ഏതാണ്? വേവ്സ് എന്നുള്ളതാണ്. വേവ്സ് എന്നുള്ളതാണ്. ഓക്കെ, വേവ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് വേവ്സ് എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന് കീഴിലുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്നത് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡയമണ്ട് ലീഗ് അത്ലറ്റിക് ഫൈനലിൽ ജാവലിൻ ത്രോയിൽ ജേതാവായത് ആരാണെന്നുള്ളതാണ്. ഈ പറയുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഈ പറയുന്ന ജേതാവായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതായിരുന്നു. ആരാണ്? അറിയാമോ? ആരാണ്? ഈ പറയുന്ന ജൂലിയൻ വെബർ ആണ്. ആരാണ്? ജൂലിയൻ വെബർ എന്ന് പറയുന്ന ജർമ്മൻ താരമാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തില് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ എന്ത് ചെയ്യുന്നത്? ജാവലിൻ ത്രോയിൽ ജേതാവായിട്ടുണ്ടായിരുന്നത്. സൂറിച്ചിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? സൂറിച്ച് വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ജർമ്മൻ താരമായിട്ടുള്ള ജൂലിയൻ വെബർ എന്ത് ചെയ്യുന്നത്? 1ാം സ്ഥാനത്തുണ്ടായിരുന്നത്. 2ാം സ്ഥാനത്ത് ഇന്ത്യക്കാരനുള്ള നീരജ് ചോപ്രയാണ്. ഓക്കെ, നീരജ് ചോപ്രയാണ് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. നീരജ് ചോപ്ര പറയുന്ന അദ്ദേഹം എറിഞ്ഞിട്ട ദൂരം എന്ന് പറയുന്നത് 84.35 മീറ്ററും ഈ പറഞ്ഞ ജൂലിയൻ വെബർ എന്ന് പറയുന്നത് 91.57 മീറ്റർ അദ്ദേഹം എന്ത് ചെയ്തു? കൈവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമൻഡേഷൻ ബഹുമതി നേടിയിട്ടുണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ്. ഈ പറയുന്ന ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമൻഡേഷൻ ബഹുമതി നേടിയിട്ടുണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ശക്തികുമാറാണ്. ആരാണ്? ഡി ശക്തികുമാറാണ്. ഓക്കെ, ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ കമൻഡേഷൻ ബഹുമതി നേടിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ഈ പറഞ്ഞ ഡി ശക്തികുമാറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീക്ക്ലി കറണ്ട് അഫയർസ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരാഴ്ച നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറെക്കുറെ പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ പോയിന്റുകൾ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സംവിധാനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ കോർത്തിണക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഈ പറയുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഇനി വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വെബ്കോ LDC, കമ്പനി ബോർഡ് LGCന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുന്ന നിങ്ങളെങ്കിൽ നമ്മുടെ ACD അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന 3-in-1 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് ക്ലാസ് റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടിൽ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനുകൾ, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകൾ, ഡെയിലി മോക്ക് ടെസ്റ്റുകളും മറ്റും നടത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സമയമാകുമ്പോഴത്തേനും മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ACD അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഓക്കെ, അവിടെ ഡൗൺലോഡ് ചെയ്യാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ഒരുപാട് സംശയങ്ങൾ ഈ കോഴ്സുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സംശയം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് മറ്റുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ AZB അക്കാഡമി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതിൽ കമന്റുകളോ അല്ലെങ്കിൽ പറയുന്ന ഡൗട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉടനെ തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്തരം നമ്മുടെ വീക്ക്ലി കണ്ടന്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ്. നല്ല ദിവസം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.